അഞ്ചെൻഡ് ലവ് എന്ന ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ദുവ ശരിക്കുമുള്ള ദുവ അല്ലെന്നും അവൻ്റെ ചേട്ടന് പകരക്കാരനെ അവിടെ കയറിക്കൂടിയ ഫേക്ക് ഇഞ്ചയാണെന്നും ഒക്കെ അറിഞ്ഞ ശേഷമാണ് രാജ്ഞി അവനെ വിളിപ്പിച്ചത്. ഇല്ലുമായുള്ള റിലേഷനെ പറ്റി മുറോങ്ങിനോട് പറഞ്ഞാൽ അവൻ ഒരു ഇഞ്ചയായതുകൊണ്ട് അദ്ദേഹം അത് വിശ്വസിക്കില്ല എന്നായിരുന്നല്ലോ മുമ്പ് അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ തെളിവായി അവൻ തന്നെ മുന്നിലുള്ള സ്ഥിതിക്ക് അവൻ ഫേക്ക് ഇഞ്ചയാണെന്ന് തെളിയിച്ചാൽ അവനെയും ഇല്ലുവിനെയും കൊല്ലാൻ തന്നെ മുറോങ് ഉത്തരവിടും. മുറോങ്ങിനോട് ഇതൊന്നും പറയാതിരിക്കണമെങ്കിൽ അവൻ തന്നെ ഇല്ലുവിനെ കൊല്ലണമെന്ന് രാജ്ഞി ആവശ്യപ്പെടുന്നു. അപ്പോഴത്തെ സാഹചര്യത്തിൽ അവനത് സമ്മതിക്കേണ്ടി വരുന്നു. അപ്പോൾ തന്നെ അവർ അവനെയും കൊണ്ട് ഇല്ലുവുള്ള തടവറയിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പുറത്തിറക്കി രാജ്ഞി അവനെ കൊണ്ട് വിഷം കലർത്തിയ വൈനൊഴിപ്പിച്ച് അവൾക്ക് കുടിക്കാൻ നൽകുന്നു. നിസ്സഹായത്തോടെ അവർ പറയുന്നത് അനുസരിക്കാനേ ദുവയ്ക്ക് കഴിയുന്നുള്ളൂ. വൈനിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ ഇതെനിക്ക് തരാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നിന്റെ ജീവനേക്കാൾ വലുത് എൻ്റെ ജീവനാണെന്ന് നീ പലതവണ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോൾ നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇല്ലു വിഷമത്തോടെ അവനോട് ചോദിക്കുന്നു. ഞാൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ എൻ്റെ ലക്ഷ്യത്തോടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കത് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല എന്നവൻ വിഷമത്തോടെ പറഞ്ഞപ്പോൾ ഇല്ലു സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ അവനിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അടികൊണ്ട ശേഷവും അവൻ വൈൻ അവൾക്ക് നീട്ടുന്നു. ഇല്ലു ഒരു മടിയും കൂടാതെ അത് വാങ്ങി കുടിക്കുന്നുണ്ട്. തളർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ താങ്ങിപ്പിടിച്ച് അവനോട് ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ശേഷമാണ് അവളുടെ ബോധം പോയത്. ദുബൈയെ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയ ഇല്ലു കൊല്ലപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് രാജ്ഞി. നീ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇപ്പോൾ അവളെ കൊന്നിരിക്കുകയാണ്. ഞാനും നീയും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണെന്നൊക്കെ അവർ അവനോട് പറയുന്നു. അവൻ അവർക്കൊപ്പം ഉടനെ തന്നെ അവരുടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വരുന്നു. മുമ്പ് അവൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിരുന്നത് അവനാണ്. കുറേ കാലത്തിന് ശേഷം വീണ്ടും അതിനുള്ള അവസരം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ രാജ്ഞി അവനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കുന്നു. ലിപ്സ്റ്റിക് ഇടാനൊക്കെ സഹായിച്ച ശേഷമാണ് ഫോക്സ് ഡെമോണിൻ്റെ പേരും പറഞ്ഞ് ഇല്ലു കുറ്റക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ അവർ കുറേ ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ലിപ്സ്റ്റിക് തന്നെയാണ് അവർക്ക് നൽകിയതെന്ന് അവൻ പറയുന്നത്. അത് കേട്ടതും അവർ വേഗം എഴുന്നേറ്റ് പോയി ബെഡിലെ ഒരു രഹസ്യറിൽ ഒളിപ്പിച്ചിരുന്ന ഒരു മരുന്നെടുത്ത് കഴിക്കുന്നു. ലിപ്സ്റ്റിക്കിനുള്ളിൽ ചേർത്തിരിക്കുന്ന വിഷത്തിനുള്ള മറുമരുന്ന് അതാണ് എന്ന് ദുബൈക്ക് മനസ്സിലാകുന്നു. വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ആ വിഷത്തിനുള്ള മരുന്ന് അവരുടെ കയ്യിൽ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ നീ എന്നെ കെണിയിലാക്കാൻ നോക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിച്ച് രാജ്ഞി അവൻ്റെ നേർക്ക് തിരിയുന്നു. അവൻ ഉടനെ തന്നെ അവരെ ബോധം കെടുത്തുന്നുണ്ട്. പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്ന മുറോങ്ങും സംഘവും അപ്പോഴേക്കും അകത്തേക്ക് വരുന്നു. ഇല്ലു നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ദുവ മനഃപൂർവ്വമാണ് രാജ്ഞിയുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത്. തെളിവ് സഹിതം അവർ കുറ്റക്കാരിയാണെന്ന് അവൻ മുറോങ്ങിന് മുന്നിൽ തെളിച്ചിരിക്കുന്നു. രാജ്ഞിക്കുള്ള ശിക്ഷ വിധിക്കുന്നവരെ അവരെ അവിടെ തടവിലാക്കാൻ ഉത്തരവിട്ടിട്ടാണ് മുറോങ് പുറത്തേക്ക് പോയത്. ശിക്ഷ നടപ്പാക്കുന്നവരെ രാജ്ഞി തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം അവരെ നിരീക്ഷിക്കാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്യണമെന്ന് കാവോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടാണ് ദുവോ അയാൾക്ക് പുറകെ പോയത്. ഇല്ലുവിൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിനെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വിഷം നൽകിയതിൻ്റെ പേരിൽ മുറോങ് അവനെ കുറ്റപ്പെടുന്നു. ഇല്ലു ശരിക്കും മരിച്ചിരുന്നില്ല. അവളുടെ സഹായത്തിന് വേണ്ടതൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരുന്നു ആ നാടകം കളിച്ചത്. രാജ്ഞിയെ തെളിവുകളോടെ പിടികൂടാൻ ഇതല്ലാതെ വേറെ വഴി മുന്നിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്തത് എന്നവൻ പറഞ്ഞപ്പോൾ അവളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ച് മുറോങ് അവൻ്റെ വാളുകൊണ്ട് തന്നെ അവനെ കൊല്ലാനെന്നോണം തയ്യാറെടുക്കുന്നുണ്ട്. അയാളുടെ കൈകൊണ്ട് മരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞ് ഒട്ടും പിന്നിലേക്ക് മാറാതെ ദുബോയും മുന്നോട്ട് ചെല്ലുന്നു. തൽക്കാലം അവനെ കൊല്ലാനുള്ള പ്ലാനൊക്കെ മാറ്റിവെച്ച് ബ്യൂറോയുടെ തലവസ്ഥാനത്ത് നിന്ന് അവനെ മാറ്റുക മാത്രം ചെയ്തിട്ട് മുറോങ് അവിടെ നിന്ന് പോകുന്നു. ഇല്ലു അപകടനില തരണം ചെയ്തിരിക്കുന്നു. ഇത്തവണ മരണത്തിൽ നിന്ന് വരെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് അവൾക്ക് എന്തായാലും അങ്ങോട്ടുള്ള സമീപനം മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ സുൻ മുറോങ്ങിനോട് പറയുന്നു. ഇല്ലുവിനെതിരെ പ്രശ്നമുണ്ടാക്കാൻ മുൻകൈയെടുത്ത മന്ത്രിമാരിലെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഇനി അവളെ കാണാൻ പോവുകയുള്ളൂ. പോകുമ്പോൾ അവൾക്കൊരു സർപ്രൈസും നൽകുന്നുണ്ട് എന്നൊക്കെ മുറോങ് പറയുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാകും എന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നിട്ടും രാജ്ഞി എന്തുകൊണ്ടാണ് ഇത്ര വലിയ റിസ്ക് എടുത്തത് എന്ന സംശയം സണ്ണിനുണ്ടാകുന്നുണ്ടെങ്കിലും സത്യം എന്താണെന്നറിയാൻ മുറോങ്ങിന് യാതൊരു താല്പര്യവുമില്ല. ഇല്ലു രക്ഷപ്പെട്ടല്ലോ, അയാൾക്ക് അത് മാത്രമാണ് പ്രധാനം. എന്തായാലും ഈ സംഭവത്തോടെ രാജ്ഞിയെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടും. അതാണ് അയാൾ ചിന്തിക്കുന്നത്. ദുവ അന്ന് രാത്രി രഹസ്യവാതിലൂടെ ഇല്ലുവിനെ കാണാനെത്തിയപ്പോൾ അവൾ കട്ടിലിൽ കിടന്ന് കരയുകയാണ്. അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചാണ് അവൻ അടുത്തേക്ക് ചെന്നത്. ദൂരെ നിന്ന് വിളിച്ചിട്ടൊന്നും അവൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. എല്ലാം ഇന്നത്തോടെ അവസാനിച്ചു എന്ന് തന്നെ അവൻ കരുതിയതാണ്. മനഃപൂർവ്വമല്ല, നിനക്ക് മുന്നറിയിപ്പ് തരാനുള്ള ടൈമില്ലായിരുന്നു. രാജ്ഞിയുടെ നാടകത്തിനകത്ത് മുന്നോട്ട് പോകുക മാത്രമേ വഴിയുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ അടുത്തിരുന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് പറ്റിച്ചെന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കിയത്. വൈൻ നൽകുന്ന സമയത്ത് അവൻ അവളുടെ കയ്യിൽ ഒരു വിരലുകൊണ്ട് ചെറുതായി തടവിയിരുന്നു. അപ്പോൾ തന്നെ എല്ലാം അഭിനയമാണ് എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ദുബൈക്ക് വിശ്വാസം വീണത് അപ്പോഴാണ്. എന്നാലും അവളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിന് അവൻ സോറി പറയുന്നുണ്ട്. അവൻ്റെ ചീഫ് സ്ഥാനം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞ് അവൾ വിഷമിച്ചപ്പോൾ പദവി എടുത്തു മാറ്റിയതുകൊണ്ട് കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ബ്യൂറോയിൽ അംഗങ്ങൾ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ എന്നെയാണ്, എൻ്റെ പദവിയല്ല. അതുകൊണ്ട് ഒന്നിനും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. വലിയൊരു പ്രശ്നം പരിഹരിച്ച സന്തോഷത്തോടെ രണ്ടുപേരും ആഘോഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാവ മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നത്. രാജ്ഞിയെ സഹായിച്ചതിൻ്റെ പേരിൽ ടോങ്ങിനെ നാടുകടത്താൻ രാജാവ് ഉത്തരവിട്ടിരിക്കുന്നു എന്നറിയിക്കുന്നു. ഇല്ലു അത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് അന്വേഷിച്ച് അപ്പോൾ തന്നെ പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതാണെങ്കിലും അതിനൊക്കെ ഞാൻ നേരത്തെ തന്നെ വേറെ വഴി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദുബ അവളെ തടയുന്നു. നാടുകടത്താനുള്ള വിധിയെക്കുറിച്ച് അറിഞ്ഞ ടോങ് ഇല്ലുവിനെയും കാവയും ഒക്കെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവരൊക്കെ തിരക്കിലാണ്. പ്രത്യേകിച്ച് കാവയുടെ വിവാഹമാണ്, അതുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് കാവൽക്കാർ അറിയിക്കുന്നു. വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നതിനിടയിൽ ടോങ്ങിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അവൾ കണ്ണു തുറന്നപ്പോൾ ഒരു മുറിയിൽ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് കിടക്കുകയാണ്. ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ അവർ തന്നെ ആർക്കെങ്കിലും വിറ്റ് കാണുമെന്ന് സംശയിച്ച് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് തിരയുന്നു. ദുബൈയുടെ വിട്ട് അവളുടെയും കാവയുടെയും വിവാഹം നടത്താൻ വേണ്ടി രാജമാതാവിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഈ വിവാഹത്തിന് സമ്മതമായിരിക്കുമെന്ന് ഇല്ലുവിന് സംശയം തോന്നുന്നുണ്ട്.
തോങ്ങിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല, പക്ഷേ കാവോയ്ക്ക് ഉറപ്പായും സന്തോഷമായിരിക്കും എന്ന് ദുവോ പറയുന്നു. തോങ് പുറത്തിറങ്ങാനുള്ള വഴി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാവോ അവിടെ കയറി ചെന്നത്. പിന്നീടാണ് തങ്ങളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നതെന്ന് തോങ് അറിയുന്നത്. അവൾക്ക് വിവാഹത്തിന് ഇഷ്ടമില്ലായിരിക്കുമെന്ന് കരുതി തൽക്കാലം അവളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. കുറേ കാലം കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പോൾ അവളെ സ്വതന്ത്രമായി വിടാൻ തയ്യാറാണ്. അവളുടെ ജീവിതത്തിൽ ഇടപെടില്ല എന്നൊക്കെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൻ പറയുന്നു. എന്നാലും പലപ്പോഴും നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭാവി ജീവിതത്തെക്കുറിച്ച് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ അവനോട് പറയുന്നു. തോങ് ഈ സമയത്ത് നിരാശയായതുപോലെ തളർന്ന് ബെഡിലേക്ക് ഇരിക്കുന്നത് കണ്ട് ഈ വിവാഹം അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി ഇനി ഞാൻ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. തോങ് അവൻ്റെ പുറകെ ഓടിച്ചവനെ പിടിച്ചു നിർത്തിയിട്ട് നേരത്തെ തന്നെ അവന് ഇഷ്ടമായിരുന്നു. പക്ഷെ തുറന്നു പറയാനുള്ള അവസരം കിട്ടാതെ പോയതാണെന്ന് പറഞ്ഞ് അപ്പോഴും ഡ്രസ്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അവൻ നൽകിയ ഹെയർ പിൻ എടുത്ത് കാണിക്കുന്നു. വിശ്വാസം വരാതെ അന്തം വിട്ട് നിൽക്കായിരുന്ന കാവോയ്ക്ക് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവൻ്റെ കളിലൊരു ഉമ്മയും കൊടുക്കുന്നു. കുറച്ച് മാറിയിരിപ്പുണ്ടായിരുന്ന ദുവോയും ഇല്ലവും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അടുത്ത ഒരു ദിവസം തന്നെ രാജ്ഞിയുടെ വധശിക്ഷ നടപ്പാക്കാൻ മുറോങ് ഉത്തരവിടുന്നു. ദുവോ ആണ് അവർക്ക് കുടിക്കാനുള്ള വിഷവുമായി എത്തിയത്. അവരുടെ അവസാനത്തെ ആഗ്രഹമെന്നോണം അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ അവരുടെ തലയിൽ ഹെയർ പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. അവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ നൽകിയ വൈൻ മടികൂടാതെ അവർ കഴിക്കാൻ നിൽക്കുന്നു. പക്ഷെ അത് കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞ് 6 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചേട്ടൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അവൻ ചോദിക്കുന്നു. അവൻ്റെ ചേട്ടനാണ് കൊല്ലപ്പെട്ടതെന്നും ശരിക്കുള്ള ദുവോ അതായിരുന്നുവെന്നും അവർക്കിപ്പോഴാണ് പൂർണ്ണ ബോധ്യമായത്. അതോടെ അവർ ഭ്രാന്തിയെ പോലെ ചിരിക്കാൻ തുടങ്ങുന്നു. അന്നത്തെ കൊലപാതകത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. നീയാണിപ്പോൾ ശരിക്കും തോറ്റിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയാണ് അവർ ചിരിക്കുന്നത്. മരണസമയത്ത് ദുവോയുടെ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന പെൻഡൻ്റ് എടുത്ത് വെച്ച് അന്ന് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ ഇല്ലു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനുള്ളിലെ മറ്റൊരു കളറിലുള്ള കുറച്ച് നൂലുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്മയ്ക്ക് തെറ്റുപറ്റി ഇതേപോലെ ഒരു പെൻഡൻ്റ് ഉണ്ടാക്കി അച്ഛന് നൽകിയിരുന്നല്ലോ എന്നവൾ അപ്പോൾ ഓർക്കുന്നു. അച്ഛൻ ആകെ 1-2 തവണ അത് ധരിച്ചിട്ടുള്ളൂ. പിന്നീട് അച്ഛനോട് അന്വേഷിച്ചപ്പോൾ അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. അച്ഛനായിരിക്കുമോ കൊലപാതകത്തിന് പിന്നിൽ എന്നവൾ സംശയിക്കുന്നു. ഇതേസമയം തന്നെ ഇല്ലുവിൻ്റെ അച്ഛനാണ് അവൻ്റെ ചേട്ടനെ കൊന്നതെന്ന് രാജ്ഞി ദുവോയോട് പറയുന്നു. തങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അവർ കള്ളം പറയുകയാണെന്നാണ് അവർ കരുതിയത്. സത്യം പറഞ്ഞിട്ട് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൻ അവരുടെ കയ്യിൽ നിന്ന് വൈൻ പിടിച്ചു വാങ്ങുന്നു. ഈ അവസാന നിമിഷം പോലും എന്നെ വിശ്വസിക്കാൻ നീ തയ്യാറില്ലെന്ന് ചോദിച്ച് രാജ്ഞി തലയിൽ കുത്തിയിരുന്ന കൂർത്ത ഹെയർപിൻ കൊണ്ട് നെഞ്ചിൽ കുത്തി ഇരിക്കാൻ തുടങ്ങുന്നു. ദുവോ ഓടിച്ചത് അവരെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിലെങ്കിലും അവൻ തന്നെ ചേർത്ത് പിടിച്ചില്ലെന്ന് സന്തോഷത്തോടെ പറഞ്ഞ ശേഷമാണ് അവർ കണ്ണുകൾ അടച്ചത്. അങ്ങനൊരു സാഹചര്യത്തിൽ പറഞ്ഞതായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് ദുവോ പേടിയോടെ ചിന്തിക്കുന്നു. കയ്യിലിരിക്കുന്ന പെൻഡൻ്റ് അച്ഛൻ്റെ തന്നെയാണെന്ന ബോധ്യം വന്നെങ്കിലും നേരിട്ട് ചോദിച്ച് സംശയം തീർത്തേക്കാമെന്ന് കരുതി ഇല്ലു അപ്പോൾ തന്നെ ഒരു ജോലിക്കാരനെ പറഞ്ഞ് അച്ഛനെ വിളിപ്പിക്കുന്നു. പെൻഡൻ്റ് കാണിച്ച് അവൾ അച്ഛനെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. അവൾ പ്രതീക്ഷിച്ച പോലെ അത് അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു. 6 വർഷം മുമ്പ് നടന്ന കൊലപാതകത്തെക്കുറിച്ചും അവൾ അച്ഛനോട് ചോദിക്കുന്നു. ആദ്യം അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവസാനം അദ്ദേഹത്തിന് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. നന്യാലിലെ പ്രിൻസ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന അയാളുടെ സഹായിയാണ് തൻ്റെ അച്ഛനെന്നും ഇല്ലു തിരിച്ചറിയുന്നു. പ്രിൻസുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയി മടങ്ങി വന്ന അയാളെയും രാജ്ഞിയെയും ദുവോയുടെ ചേട്ടനെ അബദ്ധത്തിൽ കാണാനിടയാകുന്നു. ഞങ്ങൾ പ്രിൻസിൻ്റെ കൂട്ടാളികളാണെന്ന് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് അയാളെന്ന് അവനെ കൊന്നത്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നത് കണ്ട് എന്ന് കരുതി നിസ്സാരമായ ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കാൻ എങ്ങനെ മനസ്സ് വന്നതൊക്കെ ചോദിച്ച് അവൾ അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അവൾക്കെതിരെ തിരിഞ്ഞപ്പോൾ കുട്ടിക്കാലം മുതൽ മകളാണെന്ന രീതിയിലുള്ള സ്നേഹം ഒരിക്കൽ പോലും തന്നിട്ടില്ല, എന്നെയും അമ്മയും വളർത്തുമൃഗങ്ങളെപ്പോലെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് അത്രയും കാലം മനസ്സിൽ അടക്കി വെച്ചിരുന്ന മുഴുവൻ ഇല്ലു ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. കലികേറിയ അയാൾ അവളെ അടിക്കാൻ തുടങ്ങിയെങ്കിലും രാജാവിൻ്റെ കോൺക്യൂബിനായി എന്നെ ഉപദ്രവിച്ചാൽ അതിന് രാജാവിനോട് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ അയാൾക്ക് നിശബ്ദനായി അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. ഇനി നമുക്കിടയിൽ ഒരിക്കലും അച്ഛനും മകളും എന്ന രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ അയാളെ വിട്ടത്. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഇനി ദുവോയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിച്ച് ആകെ വിഷമത്തോടെയാണ് ഇല്ലു മുറിയിലേക്ക് ചെന്നത്. അവിടെ അവളെ വെയിറ്റ് ചെയ്ത് ദുവോ നിൽക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞതിനാൽ അവനും ആകെ വിഷമത്തിലാണെങ്കിലും ഒന്നും പറയാനും കേൾക്കാനും നിൽക്കാതെ അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. അച്ഛനെക്കുറിച്ച് അവളായിട്ടൊന്നും അങ്ങോട്ട് പറയുന്നില്ല. കുറേ ദിവസങ്ങൾ കൊണ്ട് മന്ത്രിമാരുടെ എതിർപ്പുകളൊക്കെ ഒരു വിധത്തിൽ അവസാനിപ്പിച്ച സന്തോഷത്തിൽ മുറോങ് എന്ന് അവളെ കാണാനെത്തുന്നു. ഭാഗ്യത്തിന് അവളുടെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് പുറത്തുനിന്ന് അയാൾ അവളെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം അവൾക്കൊപ്പം കിടക്കുന്ന ദുവോ തൽക്കാലം രക്ഷപ്പെടുന്നു. അവൻ ചാടി എഴുന്നേറ്റ് ബെഡിൻ്റെ ഒരു സൈഡിലൂടെ അതിൻ്റെ അടിയിൽ കയറി വിളിക്കുന്നു. ഇല്ലുവിൻ്റെ ഡ്രസ്സൊന്നും മര്യാദയ്ക്കില്ലാതിരുന്നതിനാൽ അവൾ എഴുന്നേൽക്കാതെ പുതച്ചുമൂടി അവിടെ തന്നെ കിടക്കുന്നു. വിഷം കലർത്തിയ വൈൻ കഴിച്ചതിൻ്റെ എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്യാതെ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നോക്കരുത് എന്ന് അവൾ ആദ്യമേ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ല മൂഡിലായിരുന്നതിനാൽ അവളത് സമ്മതിച്ചു കൊടുക്കുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവളുടെ അടുത്തിരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കാൻ തുടങ്ങിയത്. പേടി കാരണം അവൾ ആകെ വിയർത്ത് കുളിച്ചിരുന്നതിനാൽ എന്താണ് ഇത്ര വിയർക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ് എന്ന് അവൾ കള്ളം പറയുന്നുണ്ട്. അവളെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ മന്ത്രിമാരും അമ്മയും എല്ലാം അനുവാദം നൽകി കഴിഞ്ഞു. അവളുടെ ക്ഷീണം മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരികെ കൊട്ടാരത്തിലേക്ക് വരാം എന്നറിയിക്കാനാണ് അയാൾ ഇപ്പോൾ വന്നത്. കോൺക്യൂബിൻ പദവിയിൽ നിന്ന് മാറ്റി അവളെ ശരിക്കുള്ള ഭാര്യയാക്കാനും രാജ്ഞിയാക്കാനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. നല്ല മൂഡിലായതിനാൽ അധിക നേരം അവളെ ശല്യപ്പെടുത്താതെ ഉടനെ തന്നെ അയാൾ മടങ്ങിപ്പോകുന്നു. അയാൾ പോയി എന്ന് ഉറപ്പായപ്പോൾ ദുവോ തിരികെ ബെഡിലേക്ക് കയറുന്നുണ്ട്. അയാളുടെ ഇപ്പോഴത്തെ സ്വഭാവം ഇല്ലുവിനെ ശരിക്കും ഭയപ്പെടുത്തിയിരുന്നു. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അവൾ അവനോട് പറയുന്നു. എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ട് അതിനുവേണ്ട ചെയ്യാം എന്ന് ദുവോ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇല്ലുവിൻ്റെ അച്ഛൻ തന്നെയാണ് ചേട്ടനെ കൊന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ട തെളിവുകൾ അടുത്ത ദിവസം തന്നെ ദുവോയ്ക്ക് കിട്ടുന്നു. പക്ഷേ അയാൾക്ക് രാജാവിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അയാളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒട്ടും നല്ലതല്ല. മാത്രമല്ല എന്തൊക്കെയാണെങ്കിലും അയാൾ ഇല്ലുവിൻ്റെ അച്ഛനാണ്.
അവൻ അയാളെ കൊല്ലുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധവും അതോടെ ഇല്ലാതെയാകും എന്നൊക്കെ കാവോയും ഷില്ലിനും കൂടി അവന് മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ദുവോ തൽക്കാലം അവരോടും പറയുന്നില്ല. പക്ഷെ അവൻ്റെ മനസ്സിലാകെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങൾ അവൻ ഇല്ലുവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അവനെ ദിവസങ്ങളോളം കാണാതെയായപ്പോൾ അച്ഛനെക്കുറിച്ച് അവൻ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്ന് ഇല്ലുവിന് സംശയം തോന്നുന്നു. കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരും ശല്യപ്പെടുത്തരുതെന്ന് തോഴിമാരെ പറഞ്ഞേൽപ്പിച്ചിട്ട് ആരും അറിയാത്ത രഹസ്യവാതിലൂടെ അവൾ ദുബോയുടെ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അടുത്ത ദിവസം ഒരു ചാൻസ് ഉണ്ടാക്കി അച്ഛനെ കൊല്ലാൻ അവർ പ്ലാൻ ചെയ്യുന്നതും മറിഞ്ഞെന്ന് അവൾ കേൾക്കുന്നു. അവർ ആരും കാണാതെ അവൾ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. അവനെ അതിൽ നിന്ന് തടയാൻ എന്താണ് വഴിയെന്ന് അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ അവളുടെ അടുത്തേക്ക് വന്നത്. അവൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അന്ന് രാത്രി തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകണം എന്നവൾ അവനോട് ആവശ്യപ്പെടുന്നു. രാത്രി അവൻ എത്തുന്നതിന് മുമ്പേ അവൾ കുറേ വീര്യമുള്ള വൈനൊക്കെ റെഡിയാക്കി അവൻ്റെ വീട്ടിൽ ചെന്ന് കാത്തിരിക്കുന്നു. അവിടെ ഇരുന്ന് അവനെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ കുപ്പി മുഴുവൻ കലിയായിട്ടും അവൻ്റെ ബോധം പോകാനുള്ള യാതൊരു ലക്ഷണവുമില്ല. അവൻ പുറത്തേക്ക് പോയാലെന്ന് പേടിച്ച് അവൾ ഫിറ്റായതുപോലെ അഭിനയിക്കുന്നു. അവൻ അവളെ താങ്ങിയെടുത്ത് തിരികെ അവളുടെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അഭിനയമൊക്കെ മതിയാക്കി അവൾ എഴുന്നേൽക്കുന്നുണ്ട്. അവൾ അഭിനയിക്കുകയാണെന്ന് അവന് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി എന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഞാൻ നിൻ്റെ അച്ഛനെ കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നവൻ ചോദിക്കുന്നു. ഇല്ല, ഇല്ലൊന്നും മറച്ചു വെക്കുന്നില്ല. അച്ഛനിങ്ങനെ കൊല്ലപ്പെട്ടാൽ അമ്മയുടെ ആത്മാവ് തീർച്ചയായും വിഷമിക്കും. മാത്രമല്ല അതിൻ്റെ പിന്നിൽ നീയാണെന്നറിഞ്ഞാൽ അത് നിൻ്റെ ജീവനും അപകടത്തിലാക്കും. അതുകൊണ്ട് എനിക്കത് കണ്ടില്ല എന്നടിക്കാൻ കഴിയില്ല എന്നവൾ പറയുന്നു. പക്ഷെ അവളെ നിരാശയാക്കിക്കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. രഹസ്യവാതിൽ അവൾക്ക് തുറക്കാൻ കഴിയാത്ത വിധം പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യുന്നു. അവൾ മുൻവാതിലൂടെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോഴിമാർ ചുറ്റും കൂടുന്നതിനാൽ തിരികെ മുറിയിലേക്ക് തന്നെ പോകേണ്ടി വരുന്നു. പ്ലാൻ ചെയ്തതുപോലെ അടുത്ത ദിവസം രാവിലെ ഇല്ലുവിൻ്റെ അച്ഛനെ കൊല്ലാനായി അയാൾ വരുന്ന വഴിയരികിൽ ഒരിടത്തായി ദുബോയും ഷില്ലിനും കാവയും കൂടി തയ്യാറെടുത്ത് നിൽക്കുന്നു. ചേട്ടൻ മരിച്ചു കിടക്കുന്നത് മനസ്സിലേക്ക് വന്നപ്പോൾ അയാളെ കൊല്ലാൻ തന്നെയാണ് ദുബോയ്ക്ക് തോന്നിയതെങ്കിലും ഇല്ലുവിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൻ അതിന് കഴിയുന്നില്ല. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നറിയാതെ ഇല്ലു അസ്വസ്ഥതയുടെ മുറിയിൽ നടക്കുമ്പോഴാണ് രഹസ്യവാതിൽ വഴി കാവോ അവിടെ എത്തിയത്. അവന് പറയാനുള്ളത് കേൾക്കാൻ പോലും നിൽക്കാതെ അവനെ തള്ളിമാറ്റി അവൾ ദുബോയുടെ വീട്ടിലേക്ക് ഓടുന്നു. അവൾ ചെല്ലുമ്പോൾ ദുബോയും കൂട്ടുകാരും ഒരു കത്തിയുമായി അകത്തേക്ക് കയറി പോകുന്നതാണ് കണ്ടത്. താൻ താമസിച്ചു പോയി, അച്ഛനെ അവർ കൊന്നു കഴിഞ്ഞുവെന്ന് തന്നെ അവൾ കരുതുന്നു. അകത്ത് ഒരു ശവപ്പെട്ടി കൂടി ഇരിക്കുന്ന കണ്ട് പേടിയോടെയാണ് അവൾ ചെന്നത്. പക്ഷേ അതിനുള്ളിൽ കുറേ കോഴികളെ കൊന്നിട്ടിരിക്കുകയായിരുന്നു. അവളുടെ അച്ഛനെ കൊല്ലാനായി കാത്തുനിന്നതിൻ്റെ എതിർവശത്തായി ഒരാൾ കോഴികളെ വിൽക്കാൻ വെച്ചിരുന്നു. അയാളെ കൊല്ലാൻ മനസ്സുവരാതിനാൽ ദേഷ്യം തീർക്കാൻ അവൻ അമ്പ് ചെയ്തത് അവയ്ക്ക് നേരെയായിരുന്നു. അതുപയോഗിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്പൈസി ചിക്കൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇല്ലുവിന് അവനോട് സംസാരിക്കാൻ കഴിഞ്ഞത്. സത്യം മനസ്സിലാക്കിയ ദിവസം രാത്രി അവൾ അച്ഛനുമായി സംസാരിക്കുന്ന അവൻ അവളുടെ മുറിയിൽ നിന്ന് മറിഞ്ഞു കേട്ടിരുന്നു. തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അച്ഛനോട് എതിർത്ത് സംസാരിച്ചെങ്കിലും അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവൾ വിഷമത്തോടെ നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കൊന്നാൽ അവൾ വിഷമിക്കും, തന്നെ വിട്ടുപോകുമോ എന്നൊക്കെ ചിന്തിച്ചാണ് അവൻ അവസാന നിമിഷം അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. ഞാൻ നിന്നെ വിട്ട് എവിടേക്ക് പോകാനാണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം പോലും തനിക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചത് അവളുടെ കണ്ണ് നിറയ്ക്കുന്നു. ദുവോ അവളുടെ അച്ഛനെ വെറുതെ വിടാൻ തയ്യാറായെങ്കിലും അയാൾ അവനെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നു. അവൻ്റെ പദവി എടുത്തു മാറ്റിയെങ്കിലും അതുകൊണ്ട് അവൻ്റെ അധികാരത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും കൊട്ടാര സഭയ്ക്കുള്ളിൽ മുഴുവൻ അവൻ്റെ ആൾക്കാർ തന്നെയാണ്. ബ്യൂറോയിലെ അംഗങ്ങളും അവനെ മാത്രമാണ് അനുസരിക്കുന്നത്. മുറോങ്ങിന് രാജാവാണെന്ന പദവി മാത്രമേ ഉള്ളൂ എന്നൊക്കെ അയാൾ രാജാവിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ തന്നെ അധികാരം തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിരുന്ന മുറോങ്ങിന് അതുകൂടി കേട്ടപ്പോൾ ഒന്നുകൂടി കലി കയറി അപ്പോൾ തന്നെ ദുബോയെ വിളിപ്പിക്കുന്നുണ്ട്. ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്ന മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവന് പോകാതെ പറ്റില്ലല്ലോ. കൊട്ടാര മുസോളിയത്തിൽ എന്തോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മേൽനോട്ടം വഹിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അത് വൈകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടേക്ക് പുറപ്പെട്ട് അതിൻ്റെ പണികൾ പൂർത്തിയാക്കാൻ പറഞ്ഞ് രാജാവ് അവനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ബ്യൂറോയിലേക്ക് പോയി സാധനങ്ങൾ എടുക്കാനുള്ള സമയം പോലും നൽകാതെ സുനിനെ കൊണ്ട് ഒരു രഥം റെഡിയാക്കി അപ്പോൾ തന്നെ അവനെ അവിടെ നിന്ന് യാത്രയാക്കുന്നു. കാവോയ്ക്കും അവനൊപ്പം പോകേണ്ടി വരുന്നതിനാൽ ടോങ് ആണ് ഇല്ലുവിൻ്റെ അടുത്തെത്തി വിവരം പറഞ്ഞത്. അവളുടെ പ്രൊട്ടക്ഷനായി കുറച്ചുപേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരികെ വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്നവൻ പറഞ്ഞു ലഭിച്ചിരുന്നു. മുസോളിയത്തിൽ ദുബായ്ക്ക് കാര്യമായ സ്വീകരണമൊന്നും ലഭിക്കുന്നില്ല. മാത്രമല്ല അവിടെയുള്ളവർ അവനോട് കോപ്പറേറ്റ് ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല. അവൻ അതൊക്കെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്ര അർജൻറ്റായി തന്നെ തലസ്ഥാന നഗരിയിൽ നിന്ന് ഒഴിവാക്കി അവിടെ എന്തൊക്കെയോ ചെയ്യാൻ ആരോ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം അവൻ്റെ മനസ്സിൽ തോന്നുന്നു. അവൻ്റെ സംശയം ശരിയായിരുന്നു. അവനെ ഒഴിവാക്കിയിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തി പ്രിൻസിനെ തലസ്ഥാന നഗരിയിലേക്ക് വരുത്താൻ ഇല്ലുവിൻ്റെ അച്ഛൻ ശ്രമിക്കുന്നു. മുറോങ്ങിൻ്റെ ഭരണത്തെ പുകഴ്ത്തി കുറേ വാക്കുകൾ പറഞ്ഞിട്ട് അയാളോടുള്ള റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് പ്രിൻസ് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അധികാരം പുറത്ത് കാണിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണെന്നൊക്കെ പറഞ്ഞ് അയാൾ മുറോങ്ങിനെ പ്രലോഭിപ്പിക്കുന്നു. പ്രിൻസ് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് സുൻ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുറോങ് സുൻ പറയുന്നതൊന്നും കാര്യമാക്കാതെ പ്രിൻസിന് അവിടേക്ക് വരാനുള്ള അനുവാദം നൽകുന്നു. വാൻവാനൊപ്പം ഏതോ ഷോ കാണാൻ വേണ്ടി ലിയാൻ പുതിയ ഡ്രസ്സ് വാങ്ങാനായി ഷോപ്പിലെത്തിയ സമയത്ത് പ്രിൻസ് രഹസ്യമായി അവനെ മീറ്റ് ചെയ്യുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ രഹസ്യമായി അവിടെ എത്തിയിരുന്നു. മുറോങ്ങിനെ ആക്രമിച്ച് കീഴടക്കി രാജ്യം പിടിച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ചേട്ടൻ എന്നറിഞ്ഞപ്പോൾ ലിയാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് തന്നെയായിരുന്നു അയാൾ വന്നത്. ആക്രമണം നടത്തുന്നതിന് മുമ്പ് അവനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനാണ് അയാളുടെ ഉദ്ദേശം. പക്ഷേ കൂടെ ചെല്ലാൻ ലിയാൻ തയ്യാറാകുന്നില്ല. അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ അന്വേഷിച്ച് വാൻവാൻ അവിടെ എത്തുന്നു. പുറത്ത് കാവൽ നിൽപ്പുണ്ടായിരുന്ന പ്രിൻസിൻ്റെ ആൾക്കാർ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരോട് ഫൈറ്റ് ചെയ്യാൻ അവൾക്ക് ഒട്ടും പ്രശ്നമുണ്ടായിരുന്നില്ല. അവൾ കാണുന്നതിന് മുമ്പ് അവൻ്റെ ചേട്ടനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. സംശയം തോന്നി അവൾ അയാളുടെ പുറകെ പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. പ്രിൻസ് മുറോങ്ങിനെ കാണാൻ എത്തിയപ്പോൾ വാൾ കൊണ്ടുള്ള അഭ്യാസത്തിൽ അയാൾ മിടുക്കനാണെന്ന് കേട്ടിട്ടുണ്ട്. രാജാവിന് വേണ്ടി അത് ചെയ്തു കാണിക്കാൻ ഇല്ലുവിൻ്റെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രിൻസിനോട് ആവശ്യപ്പെടുന്നു.
അയാൾ മനസ്സോടെ അതിന് തയ്യാറാകുന്നുണ്ട്. മുറോങ്ങിന് അയാളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നതിനാൽ എന്തെങ്കിലും സമ്മാനം നൽകാൻ തയ്യാറാണ്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളം പറയുന്നു. മുമ്പ് വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ട് സമ്മാനം വാങ്ങാനുള്ള യോഗ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിനൊപ്പം ഹണ്ടിങ്ങിന് പോകാൻ താല്പര്യമുണ്ട്. സാധിക്കുമെങ്കിൽ അതിന് അനുവാദം നൽകാൻ പ്രിൻസ് ആവശ്യപ്പെടുന്നു. മുറോങ് അതിന് സമ്മതിക്കുന്നുണ്ട്. ഹണ്ടിങ് നടത്തുന്ന സ്ഥലത്തിൻ്റെ സുരക്ഷാ ഉത്തരവാദിത്തം മുമ്പ് ദുബോയുടെ ബ്യൂറോയ്ക്കായിരുന്നു. ഇത്തവണ അത് ഇല്ലുവിൻ്റെ അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കാനും മുറോങ് ഉത്തരവിടുന്നു. താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ സന്തോഷത്തോടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രിൻസ് ചിന്തിച്ചു നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.